ഇരിക്കും പോലെ ഇരിക്കുന്ന ആളുകൊണ്ട് എത്ര നേരം ഇരുന്നാലും കുഴപ്പമില്ലല്ലോ. വരുമ്പോ വരട്ടെ, അവിടെ ഇരിക്കും. ചെറുപ്പക്കാരെല്ലാം മൊബൈൽ ഫോൺ എടുത്തിട്ടാ ടോയ്ലറ്റ് കയറുന്നത്. ആടുന്ന പലതും ഡൗൺലോഡിങ്, മേലെ നിന്ന് ഡൗൺലോഡിങ്, താഴെ നിന്ന് ഡൗൺലോഡിങ്, രണ്ടും നടക്കില്ലേ? അതാ 5 കൊല്ലം അങ്ങനെയും പോയി. ഇനി 40 കൊല്ലേ ഉള്ളൂ. ഈ 40 കൊല്ലത്തിൽ 10 കൊല്ലം നമ്മൾ വെറുതെ കിടക്കും. ജനിച്ചിട്ട് ആദ്യത്തെ 2 കൊല്ലം കിടപ്പന്നെയായിരിക്കില്ലേ കുട്ടിയായിരിക്കുമ്പോ? പിന്നെ 70 കഴിഞ്ഞാൽ എപ്പോഴും കിടപ്പല്ലേ? ഇനി നിങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് പനി വന്നാൽ കിടക്കും, തലവേദനൊക്കെ നന്നാ കിടക്കും, എന്ത് അസുഖം വന്നാലും കിടക്കും. പിന്നെ സമയം കിട്ടിയ വെറുതെ കിടക്കും. 10 കൊല്ലം കിടന്നു പോയി. 40 പോയാൽ എത്രയാ? 30. ആ 30-ൽ 5 കൊല്ലം കുളിക്കണ്ടേ, മുടി ചീകണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, ഷേവ് ചെയ്യണ്ടേ, മീശ കെട്ടിയണ്ടേ, പുരികം പൊരിക്കണ്ടേ, വരച്ചുണ്ടാക്കണ്ടേ, ട്രൗസർ ഇടണ്ടേ, കുപ്പായ ഇടണ്ടേ, അല്ലേ? സാരി ഉടുത്താ മുന്താണിക്ക് പിന്നുകുത്തണ്ടേ? ഇതെല്ലാം കൂടി ഒരായുസിൽ നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 5 കൊല്ലം. ഇനി എത്രയാ ബാക്കി? 30-5 പോയാൽ 25 കൊല്ലം. ആ 25 കൊല്ലമാണ് മനുഷ്യനാവാൻ നമുക്കുള്ളത്. ആ 25 കൊല്ലം കണ്ട റീലും നോക്കി ഗെയിമും കളിച്ച് സമയം കളയുന്ന ബുദ്ധികളാണ് ഇപ്പോൾ ഈ കേരളത്തിലെ കുട്ടികൾ ഭൂരിപക്ഷവും. ഇത് നിങ്ങളെ പറ്റിക്കുന്നതാണെന്ന് അറിയുന്നു. കേരളത്തിലെ കുട്ടികൾ ഭയങ്കര ബുദ്ധിമാന്മാരാ. നേരത്തെ ഇവിടെ പിന്നെ ഓട്ടംതുള്ളലിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തിയ ആ ഡോക്ടർ പേര് ദൃശ്യ ടീച്ചർ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ പറ്റി പറഞ്ഞു, അല്ലേ? പറഞ്ഞില്ലേ? ആ ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഇന്ത്യയിൽ എഴുതിയല്ലേ? പ്രതിഭയെ പറ്റിയിട്ടുള്ള ആനന്ദവർദ്ധനന്റെ ദുന്യാലോകം ഇന്ത്യയിൽ എഴുതിയല്ലേ? 18 പുരാണങ്ങൾ ഇന്ത്യയിൽ എഴുതിയല്ലേ? രാമായണം, മഹാഭാരതം ഇന്ത്യയിൽ എഴുതിയല്ലേ? വേദങ്ങൾ, ഉപനിഷത്തുകൾ ഇന്ത്യയിൽ എഴുതിയല്ലേ? അതെല്ലാം പോട്ടെ.